ഹലോ ഗൈസ്, ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ തീരുമാനിച്ചു. നമ്മളാണ് കുറെ നാളായി വീഡിയോ ഇട്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞ ഇടാൻ ഒരു കണ്ടന്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ട് വ്ലോഗ് നിർത്താൻ പോകുന്നു പറഞ്ഞു. ഞാൻ ഓർത്ത് ആരെങ്കിലും വന്ന് റിയാക്ട് ചെയ്യുമായിരിക്കും. ബട്ട് പ്രത്യേകിച്ച് ആരും വന്നില്ല. ആകെ രണ്ടുപേരും വന്ന് റിയാക്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ പിന്നെയും വീഡിയോ ഇടാൻ പോവാ. ഇനിയിപ്പോ എന്തായാലും നമ്മൾ കുളിക്കാൻ പോവാ. സാധാരണ ഇങ്ങനത്തെ ശീലമൊന്നും എനിക്ക് ഇല്ലാത്ത. ബട്ട് ഇന്ന് എന്റെ മനസ്സ് പറയുന്നത് ഇന്ന് കുളിക്കണം. സപ്പോസ് ഇന്ന് കുളിച്ചാൽ ചിലപ്പോൾ എനിക്ക് പെണ്ണ് സെറ്റ് ആയാലും ഇനിയിപ്പോ എന്തായാലും പോയി കുളിച്ചിട്ട് വന്നേക്കാം. നമ്മളിപ്പോ ഇന്ന് കുളിച്ച് സെറ്റായി. ഈ ലുക്കിൽ എന്തായാലും എനിക്ക് ഇന്ന് പെണ്ണ് സെറ്റ് ആക്കാം എന്ന് എന്റെ മനസ്സ് പറയും. ഇനിയിപ്പോ റെഡിയായ സ്ഥിതിക്ക് 2 വീഡിയോ എടുക്കാനുണ്ട്. അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ 1-ാം മൈലിലോട്ട് പോവാം. നമ്മൾ പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ വീട്ടിലോട്ട് സൺസ്ക്രീം കേൾക്കുന്ന പതിവാ. നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കടയിലോട്ട് വന്ന് ഇനിയിപ്പോ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാം. ചായ കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എന്റെ വ്ളോഗിൽ എപ്പോഴും ചായ കുടി മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു ദിവസം നടക്കുന്നത് ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ഈ ചായ കുടി മാത്രമേ നടക്കുന്നുള്ളൂ. എന്തെങ്കിലും നടക്കണേ തന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങണം. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്ന വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ വ്ളോഗിൽ പ്രത്യേകിച്ചൊന്നും കാണാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ പടക്കുതിരൊരു നേരെ വീട്ടിലോട്ട് വന്നു. എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയിട്ട് ഇന്നേ വരെ കഴിയാത്തൊരു സാധനം ഇരിക്കുന്നത്. ഞാനിപ്പോ ഇന്നെന്തായാലും കുളിച്ച സ്ഥിതിക്ക് ഇതിനും കൂടെ ഒന്ന് കുളിപ്പിച്ചേക്കാം. നമുക്ക് പിന്നെ എല്ലാവരും പോയി പ്രീമിയം സെറ്റപ്പ് ഒന്നും അലക്കലി സ്ക്രബറും മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഈ സാമാനൊക്കെ ഇട്ട് നടന്ന കാലം മറന്നു. നമ്മൾ പിന്നെ നേരെ കടയിലോട്ട് വന്നു. ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട്. എന്തായാലും ഇത്രയും കാര്യം മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചതാ. അതുകൊണ്ട് നമ്മൾ ഈ സാധനം നന്നാക്കാൻ പോവാ. നമുക്ക് ആദ്യം ടിന്നർ വെച്ച് ഇതിന്റെ പൂപ്പല് കളയാം. നമുക്കത് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മൾ എന്ത് ചെയ്താലും ഇത് ഫെയിൽ ആകാതെ വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ ഇത് ഫെയിൽ ആയി. എന്താന്ന് വെച്ചാൽ ഞാൻ എത്ര ടിന്നർ വെച്ചിട്ട് ഇതിന്റെ പൂപ്പല് മാറുന്നില്ല. ഇനിയിപ്പോ നാളെ നമ്മുടെ സാറിന്റെ അടുത്ത് തന്നെ കൊണ്ടു കൊടുക്കണം. ഇനിയിപ്പോ പ്ലാൻ ഫെയിൽഡ് ആയ സ്ഥിതിക്ക് ഞാൻ പോവാ. അപ്പൊ ശരി, എന്നാ ഫോളോ വെച്ച് അടുത്ത വീഡിയോ കാണാം.